പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിന്റെ തകർച്ച പരിഹരിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി എം.ബി. രാജേഷ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ റോഡിന്റെ തകർച്ച പരിശോധിച്ചു. ഇക്കാര്യത്തിലുള്ള ആരോപണങ്ങൾ വസ്തുതകൾ അറിയാതെയാണെന്നും മന്ത്രി പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയുടെ പടിഞ്ഞാറേക്കുടമുണ്ട ഭാഗത്താണ് വലിയ തകർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിന്റെ ഒരു വശം 100 മീറ്ററിലധികം വിണ്ടുകീറിയ നിലയിലാണ്. ഈ ഭാഗത്തിലൂടെ ഗതാഗതം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. വലിയ അഴിമതിയാണ് ഈ പാതയുടെ നവീകരണത്തിൽ നടത്തിയിരിക്കുന്നതെന്ന ആരോപണം ഉയരുകയുമുണ്ടായി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ തകർച്ച നേരിൽ കണ്ട് മനസ്സിലാക്കാൻ മന്ത്രി എം.ബി. രാജേഷ് എത്തിയത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. 10 അടിയോളം താഴ്ചയുള്ള റോഡിന് മുകളിലെ ഭാഗത്താണ് വിള്ളൽ അനുഭവപ്പെട്ടത്. മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്തിനടിയിലൂടെ വെള്ളം ഒഴുകി വരുന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന് ശാശ്വത പരിഹാരം കാണാൻ സുരക്ഷാ ഭിത്തി നിർമ്മിക്കണം. ഇതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. നേരത്തെ റോഡിന് ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങൾക്ക് ചിലർ ശ്രമിച്ചിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തീരദേശ ഫണ്ട് കിട്ടിയത് അത് ഇവിടെ കിട്ടിയത് മുതൽ പലർക്കും അതിൽ അസ്വസ്ഥത ഇവിടെയും പുറത്തുമൊക്കെ ഉണ്ടായിരുന്നു. ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചൊക്കെ ആ പ്രചരണം കടലില്ലാത്ത തൃത്താലയിൽ തീരദേശ ഫണ്ട് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ റോഡിൻ്റെ മുകളിൽ ചെറിയ തോതിലുള്ള വിള്ളലുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് മണ്ണിട്ടുയർത്തി നിർമ്മിച്ചതാണ്. ഇവിടെ നിന്ന് ഈ ഒരു 10 അടിയോളം മണ്ണ് ഇട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത്. 30 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ കെട്ട്. അപ്പോൾ അടിയിലൂടെ വെള്ളം ഒഴുകുന്ന ഉണ്ട് എന്നാണ് ഇപ്പോൾ എഞ്ചിനീയർമാർ, ഹാർബറിൻ്റെയും അതുപോലെ തന്നെ PWDയുടെയും എഞ്ചിനീയർമാർ ഒരുമിച്ച് വിടുന്നുണ്ട്. അവർ പറയുന്നത് താഴെ വെള്ളം ഒഴുകുന്നുണ്ട്, മുകളിലാണെങ്കിൽ ജലജീവൻ്റെ പൈപ്പ് ലൈനും അതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അവരുടെ നിഗമനം. ഇവിടെ നമുക്കെല്ലാവർക്കും കാണാം ഈ കെട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നിട്ടുള്ളത്, തള്ളി വന്നിട്ടുള്ളത് കാണാൻ കഴിയും. അപ്പോൾ ഈ റോഡ് നന്നാക്കണമെങ്കിൽ മുകളിലെ ജോലി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. റോഡ് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ നന്നാക്കണമെങ്കിൽ ഇവിടെ തന്നെ ഒരു കെട്ട് റീറ്റെയിനിങ് വാൾ ആവശ്യമായിട്ട് വരുമെന്നാണ് എഞ്ചിനീയർമാരുടെ നിർദ്ദേശം. 2 കൂട്ടരുടെയും, ഹാർബറിൻ്റെയും PWDയുടെയും എഞ്ചിനീയർമാർ ഇത് സംബന്ധിച്ച് വിശദമായി അവർ നേരത്തെ വന്ന് പരിശോധിച്ചിരുന്നു. അവരെന്നോട് പറഞ്ഞത് റീറ്റെയിനിങ് വാൾ കിട്ടിയാൽ മാത്രമേ ഇനി ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കൂ എന്നാണ്. അതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ PWDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നേരത്തെ റോഡ് ഹാർബറിന് കൈമാറിയതാണ്. തിരിച്ച് ഹാർബർ PWDക്ക് കൈമാറാനുള്ള നിർദ്ദേശവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഈ തകരാർ പരിഹരിക്കാനുള്ള PK ചെല്ലുക്കുട്ടി, KC അലി ഇക്ബാൽ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആടി സെയിൽ നേടാം 25% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്ക്.